ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ അതാ ഇന്ന് എനിക്കൊരു ചേനപ്പൂ കിട്ടിയിട്ടുണ്ട്. ചേനപ്പൂ ചെറുതാട്ടോ, വലുതൊന്നുമല്ല, വലുതായിട്ടില്ല. കുറേ വർഷങ്ങൾ നൂറ്റാണ്ടുകളായി ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇന്നൊരു കറി ഉണ്ടാക്കാം. ഞാൻ ആക്ച്വലി ഒരു റെസിപ്പി കണ്ടു. നമ്മുടെ മാസ്റ്റർ ഗ്രേറ്റ് ഷെഫ് പഴയടത്തിൻ്റെ മകൻ യദു പഴയട ഉണ്ടാക്കിയ ഒരു കറി. അപ്പം ഇന്ന് ഞാനത് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പം ഉണ്ടാക്കി നോക്കാം എങ്ങനെ ആവുമെന്ന്. അപ്പം ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ചേനക്കറി. അപ്പോൾ അതാ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ. ഈ ചട്ടിക്ക് ഏതാണ്ട് എൻ്റെ അതേ പ്രായമാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് എരിവിനാവശ്യമായിട്ട്, ഇനി മല്ലിപ്പൊടി, ഗരം മസാല. ഇനി ഇത് തണുത്തിട്ടൊന്ന് അരച്ചെടുക്കണം. ഓക്കെ, ചേനപ്പൂവൊക്കെ അത് അവിടെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി കുക്കറിലിട്ടിട്ട് വേവിക്കണം. അപ്പോൾ അതാണ് ഈ ചേനപ്പൂവ് കുക്കറിലേക്ക് ചേർക്കാം. ഇനി കുറച്ച് സാമ്പാർ പരിപ്പ് ചേർക്കാം, കുറച്ച് ഉപ്പ്. ഞാൻ കല്ലുപ്പാട്ടോ ഇട്ടത്. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി. ഇതിനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. അപ്പോൾ അതാ പ്രഷറൊക്കെ പോയി, തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് റെഡി, ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒഴിക്കാം. അങ്ങനെ അരപ്പ് ഫുൾ ഒഴിച്ചു. ഞാൻ തിളക്കട്ടെ. അപ്പോൾ അത് ആ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിനി മാറ്റി വെച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചിടാം. ചൂടായി, ഇനി എണ്ണ ഒഴിക്കാം. കടുക് പൊട്ടിക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി പച്ചമുളക് ഇടാം. കുറച്ച് കറിവേപ്പിലയും കൂടി. ഇനി ഇതിലേക്ക് താളിക്കാം. അങ്ങനെ നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടിയിട്ട് പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ ഗായ്സ്, ടേസ്റ്റിംഗ് ടൈം. അങ്ങനെ നമ്മുടെ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഊണ് നോക്കാം. നമ്മുടെ നേരത്തെ പൂവ് കറി, തൈര്, ചക്ക ഉപ്പേരി, പപ്പടം, അച്ചാർ. നമുക്കൊന്ന് കൂട്ടി നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ കറി എന്നുള്ളത്. ആഹാ,
നല്ല അടിപൊളി. ചിക്കൻ ഇല്ലെങ്കിലും ചിക്കണിന് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ കറി കേട്ടോ. നല്ല രസമുണ്ട്, അടിപൊളി. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ, ട്രൈ ചെയ്യാത്തവരൊക്കെ. ഓക്കെ, ബൈ ബൈ.